അയ്യപ്പന്റെ കഥ കേട്ടാലോ? പണ്ട് മഹിഷി എന്നു പേരുള്ള അസുരവംശിക സാധുജനങ്ങളോട് ദുഷ്ടത ചെയ്തുകൊണ്ട് ഘോരവനത്തിൽ ജീവിച്ചിരിക്കുകയായിരുന്നു. അവളെ കേവലം ഹരിഹരസുതന് മാത്രമേ വധിക്കുവാൻ കഴിയുള്ളൂ എന്ന വരമുണ്ടായിരുന്നു. അതിനാൽ സാക്ഷാത് നാരായണൻ മോഹിനീ രൂപം പൂണ്ട് ചന്ദ്രശേഖരനോടൊപ്പം വനത്തിൽ നൃത്തം ചെയ്തു. നൃത്താവസാനത്തിൽ സാക്ഷാത് ഹരിഹരപുത്രൻ ഭൂമിയിൽ ജനിച്ചു. കണ്ഠത്തിൽ മണിയോടുകൂടി ജനിച്ചതിനാൽ മണികണ്ഠൻ എന്ന് പേര് കേട്ടു. അതേ സമയത്ത് അങ്ങ് കേരളത്തിൽ പന്തളദേശത്ത് രാജശേഖരനും രാജ്ഞിക്കും മക്കളില്ലാത്ത ദുഃഖത്താൽ ശിവനെ ഭജിക്കുകയായിരുന്നു. ഒരിക്കൽ രാജാവ് വേട്ടയ്ക്കായി കാട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് കണ്ഠത്തിൽ മണിയുള്ള ദിവ്യബാലനെ കാണുകയും അവനെ സ്വന്തം പുത്രനായി സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും മണികണ്ഠൻ എന്ന് പേരിടുകയും ചെയ്തു. പക്ഷേ രാജപുരോഹിതൻ രാജ്ഞിയോട് കുബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. ഇവൻ ഭാവിയിൽ രാജാവാകുമെന്നും അവരുടെ പുത്രനെ രാജാവാക്കില്ലെന്നും പറഞ്ഞു. ഇത് കേട്ട അവർ കള്ളരോഗം നടിച്ച് ശയ്യാവലംബിയായി കിടന്നു. രോഗം മാറുവാൻ പുലിപ്പാൽ വേണമെന്ന രാജപുരോഹിതന്റെ വചനം കേട്ട് രാജാവ് പേടിച്ചു. ആ സമയത്ത് സാക്ഷാത് മണികണ്ഠൻ സ്വന്തം അമ്മയെ രക്ഷിക്കുവാനായി വനത്തിൽ പോകുവാൻ തയ്യാറായിക്കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ നേടി മണികണ്ഠകുമാരൻ വനത്തിൽ പോവുകയും മഹിഷിയുമായി ഘോരം യുദ്ധം നടത്തുകയും അവസാനം മഹിഷിയെ കൊല്ലുകയും തിരിച്ച് ധാരാളം പുലികളോടൊപ്പം രാജധാനിയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു.